നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെന്റായ കെനസറ്റിനെ അഭിസംബോധന ചെയ്തു. ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. UPI ഇടപാടുകൾ ഇസ്രായേലിൽ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ മെഡൽ ഓഫ് ദി കെനസറ്റ് ലഭിച്ചു. ഇസ്രായേൽ പാർലമെന്റായ കെനസറ്റിനെ അഭിസംബോധന ചെയ്ത ശേഷം സ്പീക്കർ അമീർ ഒഹാനയാണ് ഈ ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഇസ്രായേൽ പാർലമെന്റ് നൽകുന്ന ഈ വിശിഷ്ട ബഹുമതി ലഭിക്കുന്ന ആദ്യ ലോക നേതാവാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ അസാധാരണമായ നേതൃത്വത്തിനുള്ള അംഗീകാരമായാണ് ഈ മെഡൽ നൽകിയത്. ബഹുമതി ലഭിച്ച ശേഷം ഇത് 140 കോടി ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉറ്റ സൗഹൃദത്തിന്റെ തെളിവാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UN മനുഷ്യാവകാശ കൗൺസിലിന്റെ 61ാമത് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി അനുപമ സിംഗ് പാകിസ്ഥാനെതിരെ നടത്തിയ പ്രസ്താവനകൾ ഇവയാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ആഗോള കേന്ദ്രമാണെന്നും സ്വന്തം ജനങ്ങൾക്ക് ഗോതമ്പും ഇന്ധനവും നൽകാൻ പോലും കഴിയാത്ത ഒരു പരാജയപ്പെട്ട രാജ്യമാണ് ഇതെന്നും ഇന്ത്യ പറഞ്ഞു. പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങൾ നേരിടുന്ന ആസൂത്രിതമായ പീഡനങ്ങളെക്കുറിച്ചും നിർബന്ധിത മതപരിവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാര മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഉണ്ടായ വൻ കുതിച്ചുചാട്ടം പാകിസ്ഥാൻ ഭയപ്പെടുന്നുവെന്ന് ഇന്ത്യ പറഞ്ഞു. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കശ്മീർ ഭാഗങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു തരണമെന്നും അവിടുത്തെ ജനങ്ങൾ കടുത്ത വിലക്കയറ്റത്തിനും അവകാശ ലംഘനങ്ങൾക്കുമെതിരെ പാകിസ്ഥാനോട് പോരാടുകയാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. രാജ്യം കടുത്ത കടക്കണിയിൽ ഉഴലുമ്പോഴും നുണപ്രചാരണങ്ങൾക്കായി പണം ചെലവഴിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെ ഇന്ത്യ വിമർശിച്ചു.